കള്ളവോട്ട് ആരോപണം എന്ന് പറഞ്ഞാൽ ഇപ്പോഴുള്ള വോട്ടർ പട്ടികയുടെ റിപ്പോർട്ടുണ്ട്. ഏറ്റവും ഒടുവിൽ വന്ന വോട്ടർ പട്ടികയിൽ നിങ്ങൾ കണ്ടു കാണുന്നത് പേരുണ്ട്, അച്ഛന്റെ പേരില്ല, വീട്ടു പേരില്ല, അവരുടെ ഫോട്ടോ. രണ്ട്, ഇപ്പോൾ അവതരിപ്പിച്ച പ്രവാസി വോട്ട് എത്താതെ വന്നാൽ ആ വോട്ട് ചെയ്യണമെന്ന് UDF-ന്റെ കമ്മിറ്റി ചേർന്ന് തീരുമാനിച്ചിട്ടുണ്ട്. UDF-ന്റെ പ്രധാന യോഗത്തിൽ തീരുമാനിച്ചതാണ്. പ്രവാസികളായ ആളുകൾക്ക് എല്ലാവർക്കും എത്തിച്ചേരാൻ കഴിയുന്നില്ല. പക്ഷെ ആ വോട്ട് ചെയ്യണം എന്ന് തീരുമാനിക്കുന്നത് എങ്ങനെയായിരിക്കും? പക്ഷെ അതുമായി ബന്ധപ്പെട്ട് ഞങ്ങൾ ചില നിലപാടുകൾ സ്വീകരിച്ചിട്ടുണ്ട്. ബഹുമാനപ്പെട്ട ഇലക്ഷൻ കമ്മീഷന്റെ ഉദ്യോഗസ്ഥരെയും ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതിയും സമീപിച്ചിട്ടുണ്ട്. അതൊന്നുകിൽ പാസ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലായിരിക്കണം, കാരണം ആധാറുമായി ലിങ്ക് ചെയ്തതാണ്. അപ്പോൾ അത് കണ്ടെത്താനും അത്തരം വരാത്തവരെ കുറിച്ച് നല്ല ധാരണ ഉണ്ടാക്കി കോടതിക്ക് മുമ്പാകെ തുടർന്ന് നടപടികളിലേക്ക് പോകുന്നതിന്റെ അടിസ്ഥാനത്തിൽ ഇപ്പോൾ ഹൈക്കോടതിയിൽ നമ്മൾ പരിഹരിക്കും. അതിലേക്ക് ഊന്നുന്ന ഒരു സമീപനം നടത്തുന്നു. ഇന്നലെ തന്നെ ചെറിയ സംഭവം അവിടെ ഉണ്ടായി എന്ന് പറയുന്നത് അയാളുടെ ഇല്ലല്ലോ, വന്നിട്ടില്ലല്ലോ എന്ന് പറഞ്ഞപ്പോഴാണ് അത് നിങ്ങൾ ചോദിക്കണ്ടായെന്ന് പറഞ്ഞ പ്രശ്നം ഉണ്ടായിരുന്നു. എല്ലാവർക്കും നല്ല സ്വീകരണമൊക്കെ കിട്ടി. ഒരു വീട്ടിൽ നിന്ന് വീട്ടുകാരല്ല പറഞ്ഞത്, അത് ചോദിച്ചിറങ്ങി വരുമ്പോഴാണ് അടി നടന്നതായിട്ടുള്ള കിട്ടിയിട്ടുള്ളത്. അപ്പം ഒരു ഗൂഢാലോചന അതിന്റെ പിന്നിലുണ്ട് എന്നതിന്റെ അടിസ്ഥാനത്തിലാണ് നമ്മളതിനെ കാണുന്നത്. അപ്പം അതുകൊണ്ട് സൂക്ഷ്മതയോടെ കൈകാര്യം ചെയ്യണം, നാട്ടുകാരും കൈകാര്യം ചെയ്യേണ്ടതുണ്ട്. നമ്മുടെ ഭരണകൂടവും ഇലക്ഷൻ കമ്മീഷനും പ്രത്യേകിച്ച് പോലീസും നല്ല ജാഗ്രത പുലർത്തണമെന്നും എല്ലാ ജനങ്ങളും സമാധാനത്തിന് വേണ്ടിയുള്ള പ്രവർത്തനം നടത്താനുള്ള ശ്രമം ഉണ്ടാവണമെന്ന് കൂടിയാണ് ഞങ്ങളെ സംബന്ധിച്ച്, LDF-നെ സംബന്ധിച്ച് പറയാം.